പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ നന്മകളും കൃപകളും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. 2025 കടന്നുപോയി കഴിഞ്ഞു. നാം 2026 പ്രവേശിച്ചു. കൃപയുടെ നാളുകളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഈ പുതുവത്സരത്തിൽ ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന അതിയായ ഒരു ആഗ്രഹം ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കർത്താവ് പുതുവത്സര സന്ദേശമായിട്ട് തന്നത് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും അധ്യായം 4 വാക്യങ്ങൾ 21, 22. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോ പ്രിയപ്പെട്ടവരെ, ഇതൊരു പുതുവത്സര സന്ദേശം മാത്രമല്ല, ഇതൊരു പ്രത്യാശയുടെ വചനമാണ്. ഇത് സ്വർഗം നമുക്ക് തരുന്ന വലിയ വാഗ്ദാനമാണ്. വിലാപത്തോടെയും കണ്ണുനീരോടുകൂടെയും ദുഃഖത്തോടുകൂടെയും അടിച്ചമർത്തപ്പെടുകയും തിന്മക്ക് വിധേയമായവർക്കൊക്കെയുള്ള സ്വർഗീയമായ ഒരു സന്ദേശമാണ്. ഇതാ, ദൈവം നമ്മളെ മോചിപ്പിക്കും. അവരുടെ ശക്തിയിൽ നിന്ന്, തിന്മയുടെ ശക്തിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2025 സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ഭംഗിയായിട്ടും നന്നായിട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2025 ജനുവരിയിൽ കർത്താവ് ഒരു ബോധ്യം തന്നു. ഇവിടെ നിന്ന് ഞാൻ ആയിരുന്ന ഒരു ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് എന്നോട് ഒഴിയാൻ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉള്ളവരോട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. എൻ്റെ ആത്മീയ പിതാക്കന്മാരോട് പറഞ്ഞു. 2025 ജനുവരിയിൽ തന്നെ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇതുമായിട്ട് പ്രത്യേകിച്ച് ഈ ജോലിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, വളരെയധികം എന്നെ പലരും വിമർശിച്ചു. കാരണം നല്ല ജോലിയല്ലേ, എന്താണ് കാരണം, ഏതൊക്കെയാണ്, എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും കർത്താവ് എനിക്ക് തന്ന ബോധ്യം, എൻ്റെ തമ്പുരാൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഒരു ഏപ്രിൽ മാസം ആയപ്പോഴേക്കും ഞാൻ തീരുമാനമൊക്കെ എടുത്തു. എൻ്റെ ആത്മീയ പിതാവുമായിട്ട് സംസാരിച്ചു, എൻ്റെ ആത്മീയ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചു, പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് തമ്പുരാൻ്റെ വേല ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടെ ഞാൻ ഇറങ്ങി പുറപ്പെടുക. ഒന്നും കയ്യിലില്ല, മുന്നോട്ട് എങ്ങനെ പോകും എന്നൊന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും എൻ്റെ മുമ്പിൽ ഒരു പ്ലാനും വ്യക്തമായിട്ടില്ല, ഒരു വാഗ്ദാനങ്ങളോ ഉറപ്പോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ലഭിച്ച ഒരു ബോധ്യം ഇതായിരുന്നു, എനിക്ക് മുമ്പേ ക്രിസ്തു, എനിക്ക് പിൻപേ ക്രിസ്തു, എൻ്റെ കൂടെ ക്രിസ്തു, എൻ്റെ ഉള്ളിൽ ക്രിസ്തു. കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ വികാരിയച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു മന്ത്രമാണത്. ജൻസ, ഈശോയിലേക്ക് മാത്രം നിന്റെ നോട്ടം പോകട്ടെ, ഈശോയിലേക്ക് മാത്രം നീ കണ്ണോടിക്കുക, ഈശോയിലേക്ക് മാത്രം നീ നോക്കുന്നവർ. ഞാൻ എൻ്റെ ഈശോയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം അവിടെയുണ്ട്. അതാണ് ഇന്നത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ പ്രത്യാശ എവിടെയാ ചെന്നിരിക്കുന്നത്? നമ്മളൊക്കെ നോക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെന്തെങ്കിലും ചെയ്യുവോ, അപായപ്പെടുത്തുവോ, അപകടപ്പെടുത്തുവോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ലാഭമാണ് കിട്ടുക എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക, അല്ലേ? പ്രിയപ്പെട്ടവരെ, 2026 ഒരു തീരുമാനം എടുക്കുക. ഞാൻ കർത്താവിലെ നോക്കുകയുള്ളൂ. ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ, ഞാൻ എൻ്റെ പ്രത്യാശ കർത്താവിലാണ് വെച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയും, മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത്.
പ്രിയപ്പെട്ടവരെ, കുതിരയിലും കുതിരക്കാരിലും നമ്മൾ വിശ്വാസം അർപ്പിക്കരുത്, കർത്താവിൽ വിശ്വസിക്കുക. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, തിരുവചനം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചോ, മനുഷ്യനെ വിശ്വസിക്കാൻ ദൈവം ഒരിടത്തും പറയുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കാനാണ് പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് നമുക്കൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും പലരെ അങ്ങ് വിശ്വസിക്കും. സ്നേഹത്തെക്കാൾ കൂടുതൽ നമ്മളങ്ങ് വിശ്വസിക്കുക, അല്ലെ? സ്നേഹത്തിന്റെ ഒരു ഭാഗമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. വചനം പറയുന്ന ആരെയും വിശ്വസിക്കരുതെന്നാ പറയുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തർക്കിക്കുമായിരിക്കും എന്നോട്. പക്ഷെ നിങ്ങളിത് ഒന്ന് പ്രയോഗിച്ചു നോക്കുക ജീവിതത്തിൽ. ദൈവത്തെ മാത്രം വിശ്വസിക്കുക. കുതിരയിലോ കുതിരക്കാരനിലോ വിശ്വാസം അർപ്പിക്കരുത് എന്നാണ് വചനം പറയുക. കാരണം അവയൊക്കെ ഒരുപക്ഷെ നമ്മളെ ചതിച്ചേക്കാം, അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ വിട്ടേച്ചു പോയേക്കാം, അവരൊക്കെ നമ്മളെ തള്ളിപ്പറയാൻ, കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാനോ സ്നേഹിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ബലഹീനമായിരിക്കാം, അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെയാണ് നമ്മുടെ വിശ്വാസം തകർന്നു പോകും. എന്നാൽ കർത്താവിലുള്ള വിശ്വാസം, കർത്താവിലാണ് പ്രത്യാശ വെക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. കാരണം ആ വിശ്വാസം ആർക്കും തകർക്കാൻ പറ്റിയില്ല. ആ വിശ്വാസം കർത്താവ് മാനിക്കും. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നവരൊക്കെ ഈശോ പറയുന്നൊരു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുക. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വിശ്വാസം അങ്ങ് രക്ഷിക്കും എന്നല്ല കർത്താവ് പറയുന്നത്. നിനക്ക് എൻ്റെ മേലുള്ള വിശ്വാസം, എൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുന്ന വിശ്വാസം, എനിക്ക് നിനക്ക് സൗഖ്യം തരാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, രക്ഷകനാണ്, മിശിഹായാണ് എന്ന നിന്റെ വിശ്വാസം, ഈ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ബൈബിളിലെ വചനം അങ്ങനെയാണ് പറയുന്നത്. പലപ്പോഴും ഇന്ന് പലയിടത്തും എടുത്തുപയോഗിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വിശ്വാസവും ആകാം എന്ന് ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു ചിന്ത ആൾക്കാർ ഒരു അർത്ഥം അതിന് കൊടുക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഒരിക്കലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞത്, കർത്താവ് പറയാതെ പറയുകയാണ് അവിടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ അഞ്ചലത്തിൽ തൊട്ടാൽ അവന്റെ ശക്തി എന്റെ മേൽ പ്രവഹിച്ച് ഞാൻ സൗഖ്യം പ്രാപിക്കുക. അതാണ് അവളുടെ വിശ്വാസം. യേശുവിലുള്ള വിശ്വാസമാണ്, രക്ഷകനിലുള്ള വിശ്വാസമാണ്, മിശിഹായിലുള്ള വിശ്വാസമാണ്. അല്ലാതെ ഏതെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലുള്ള വിശ്വാസമല്ല അത്. വചനത്തിന്റെ വെളിച്ചത്തിൽ തിരുവചനം ശാസിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യരിലൊക്കെ വിശ്വാസം അർപ്പിക്കാതെ അവരെ സ്നേഹിക്കുക. അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അതുകൊണ്ട് അവരെന്ത് തെറ്റ് കാണിച്ചാലും നമുക്ക് അവരെ സ്നേഹിക്കാൻ വീണ്ടും പറ്റും. അവരെന്ത് കുറവ് വന്നാലും, അവർ നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ഒറ്റപ്പെടുത്തിയാലും, കുറ്റപ്പെടുത്തിയാലും, നമ്മളെ സഹായിച്ചില്ലേലും സഹായിച്ചാലും നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹത്തിന്റെ പ്രത്യേകത. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. നമുക്ക് ഒരാളെ ഒരിക്കലും വിശ്വസിച്ച് അയാൾ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോഴാ നമുക്ക് പ്രത്യാശ കർത്താവിലാണ്. ആ പ്രത്യാശയുടെ വെളിച്ചത്തിൽ നമുക്ക് മറ്റുള്ളവരൊക്കെ സ്നേഹിക്കാനും ക്ഷമിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം പറയാം, ഇതാ നിനക്ക് ഉടൻ തന്നെ ദൈവത്തിന്റെ കാരുണ്യം ലഭിക്കും. 2026 മറ്റൊന്ന്, നമ്മൾ ദൈവത്തിന്റെ കാരുണ്യം അഭിലഷിക്കുന്ന, ദൈവത്തിന്റെ കരുണ ചോദിക്കുന്ന, കരുണ അനുഭവിക്കുന്ന ഒരു വർഷമാകണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവകരുണ? എന്താണ് ദൈവകരുണ? ഞാനിങ്ങനെ ദൈവകരുണയെ പറ്റി കുറെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. ദൈവം ഇങ്ങനെ കരുണ കാണിച്ചുകൊണ്ടിരിക്കുക, ദൈവം മനുഷ്യരോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. എന്താണ് ക്രിസ്മസ്? ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഒന്ന് ഓർത്തു നോക്കണേ. ഇങ്ങനെ ഒന്ന് നമുക്ക് പടിപടിയായിട്ട് ചിന്തിക്കാം. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. എന്താണ് അവർ ചെയ്തത്? ഒരു പഴം പറിച്ചു തിന്നു, അവരെ ദൈവം തോട്ടത്തിന് വെളിയിലാക്കി. ഇതാണല്ലോ നമ്മുടെ വിശ്വാസം. എന്നിട്ടോ അത് കഴിഞ്ഞ് അവരുടെ മക്കള് കായൻ എന്താ ചെയ്തേ? സ്വന്തം സഹോദരനെ തലക്കടിച്ചു കൊന്നു. ഇനി വീണ്ടും നമ്മളിങ്ങനെ നോക്കുക, നോഹയുടെ കാലത്തും പിന്നീട് അങ്ങോട്ട് മോശയുടെ കാലഘട്ടത്തിലും പിന്നീട് ഇന്ന് വരെയും മനുഷ്യന്റെ പാപം ഒരു ആപ്പിളിൽ തുടങ്ങിയ ഒരു ഫലത്തിൽ തുടങ്ങിയ പാപം ഇന്ന് വർദ്ധിച്ച് എത്ര തലത്തിൽ അത് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് തിന്മകൾ നടക്കുന്നത്. പത്രമാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര വലിയ തിന്മകളാ, ഏതൊക്കെ രീതിയിലാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, അല്ലേ? പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു കാര്യമാണ് കേട്ടോ. ഒന്ന് ചിന്തിക്കണം. ഇതാ, ദൈവത്തിന്റെ കരുണ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ സാത്താൻ ഇങ്ങനെ
പല ചലഞ്ചുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. നിനക്ക് ഇവനെ സ്നേഹിക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരനെ തലക്കടിച്ച് കൊന്നവനെ സ്നേഹിക്കാൻ പറ്റുമോ? തുടങ്ങുക കർത്താവ് അവിടെ. കായന്റെ മേല് അവന്റെ ശിരസിൽ ഒരു മുദ്ര പതിപ്പിച്ചുകൊണ്ട് കായനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പിന്നീട് എപ്പോഴും കാണുന്നുണ്ട് ദൈവത്തിന്റെ കരുണയാണ്. അതാണ് ക്രിസ്മസ്. അവന്റെ വാഗ്ദാനത്തിൽ നാം പുറകോട്ട് പോകുന്നില്ല. പാപം ചെയ്ത് മനുഷ്യൻ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് ദിവ്യകാരുണ്യത്തില് കുദാശകളില് കർത്താവിന്റെ കരുണ ഇങ്ങനെ വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. നമ്മളിത് അനുഭവിക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. കുമ്പസാരിക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ, സഭയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കുമ്പസാരത്തിലൂടെ ആ കരുണ ചോദിച്ചു വാങ്ങണം. അല്ലാത്ത പക്ഷം തമ്പുരാനോട് പറയുക, കർത്താവ് എന്നോട് കരുണ കാണിക്കണേ, എനിക്ക് നീ കരുണ തരണം, എനിക്ക് നിന്റെ കരുണ വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണ നമ്മൾ ചോദിക്കണം കേട്ടോ. നമ്മൾ അതിന് പിടിച്ചു വാങ്ങണം. അതിന് നമുക്ക് അർഹതയുണ്ട്. അത് പാപികൾക്കുള്ളതാ. അപ്പോൾ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റണം. പ്രിയപ്പെട്ടവർ, 2026 ഒരു അനുഗ്രഹപ്രദമായ ജീവിതത്തിൽ വലിയ ഉയർച്ചകളുടെ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളായി മാറും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, സഹചാരികളെ സ്നേഹിക്കുക. 2ാമത്തെ കാര്യം, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവമേ, നിന്റെ കരുണ എനിക്ക് തരണേ, ഞാൻ പാപിയാണ് ഈശോയെ. നമ്മൾ എത്രത്തോളം നമ്മൾ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കണം, നമ്മൾ അത്രത്തോളം നമ്മൾ ചുരുങ്ങണം, നമ്മൾ ഇല്ലാതാകണം. പ്രിയപ്പെട്ടവർ, ഈ 3ാമതൊരു കാര്യം ഞാൻ പറയാം. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പലവിധ തിന്മകൾക്കുമൊക്കെ ഈ വരുന്ന 2026 ഇന്ന് ആരാധനയിൽ ദൈവം തരുന്ന ഒരു ബോധ്യമുണ്ട്. നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ മറുപടി നൽകും. പല കാര്യങ്ങൾക്കും ദൈവം മറുപടി തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് വേദനിച്ചില്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചില്ലേ? ഒരുപാട് കയ്പ് നമ്മളെ തിരിച്ചില്ലേ പലരും പല അവസ്ഥകളിലൊക്കെ? ഈ വർഷം ദൈവം അതിൻ്റെ മറുപടി നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മളെ വെറുത്തും തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും മാറി നിന്ന് ചിരിച്ചവരും പരിഹസിച്ചവർക്കൊക്കെ 2026 ഇതൊരു വാഗ്ദാനമാണ് കേട്ടോ. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവിൻ്റെ കാര്യത്തിൽ ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ 2026 നിന്റെ വർഷമാണ്. നിന്നെ ദൈവം മഹത്വപ്പെടുത്തുന്ന, ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന വർഷമാണ്. വിശ്വാസത്തോടെ, പ്രത്യാശയോടുകൂടെ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുക. എൻ്റെ കൂടെ ഒരു സ്നേഹിതരുണ്ട്, വിഘ്നേഷ് എന്ന പേര്. അപ്പോൾ വിഘ്നേഷ് വളരെ വിഷമത്തോടെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് പറഞ്ഞു, ഞാൻ തിരി തിരക്കായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. തമ്പുരാൻ എനിക്കൊരു ബോധ്യം തന്നു, അവനെ കാണണം, ഇപ്പം തന്നെ പോയി കാണണം. വിഘ്നേഷ്, ഓൾ ഓക്കെ? ഹാപ്പി നോ? ഹാപ്പി പ്രൈസ് ദി ലോർഡ്. വിഘ്നേഷ് ഹാപ്പിയായി. ഇന്ന് ക്യാമറാമാൻ വിഘ്നേഷാണ്. അപ്പോൾ വിഘ്നേഷ് പറയാം, ഞാൻ ഹാപ്പിയായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, ഇവിടെ വരുന്നവരെ കരഞ്ഞിട്ടാണ് വന്നത്, കരഞ്ഞോണ്ടാണ് വന്നത് ഇവിടെ വരെ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പുതിയ വർഷം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, ഒരു പുതിയ വർഷം ആകാൻ ഇനിയും ഏതാനും മിനിറ്റുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് 10 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, എൻ്റെ വിഷമമെല്ലാം മാറി കേട്ടോ, എൻ്റെ സങ്കടം മാറി, എന്തോ ഒരു പോസിറ്റീവ് വൈബാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ന്യൂ ജെൻസിയുടെ പുതിയ വേർഷനാണ്, വൈബാണ്, നല്ല പോസിറ്റീവാണ്. പ്രിയപ്പെട്ട, കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഈ പുതിയ വാക്കുകളൊക്കെ വെച്ചിട്ട് അതിനെ മാറ്റിക്കളയാൻ നോക്കരുത്. കൃപക്ക് മേൽ കൃപയാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ഈ വരുന്ന ഈ 2026 ഓരോ ദിവസവും അനുഗ്രഹമാണ്. വിശ്വസിക്കുക, നീ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തോ, നീ ഇത് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മ തരാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഈ 2026 ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വർഷമായിരിക്കും. ദൈവത്തിൻ്റെ മാലാഖമാരുടെ സഹവാസം, കൂട്ടുകെട്ട് നിനക്കുണ്ടാകും. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളോ ശക്തികളോ അതിനായി ഒരുക്കുന്ന കെണികളോ നിനക്കെതിരെ വില പോകില്ല. ആ കെണികളിൽ അവർ തന്നെ വീഴും. കുഴിച്ചവൻ തന്നെ ആ കുഴിയിൽ വീഴും. നിന്നെ പെടുത്തിയവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിന്നെ തകർക്കാൻ ശ്രമിച്ചവരും തകർത്തവരും നിന്റെ ഉയർച്ച കാണാൻ ദൈവം ഇടവരുത്തും. നിന്നെ അനുഗ്രഹമായിട്ട് ദൈവം മാറ്റും. നീ ഇത് വിശ്വസിക്കണം. ഒരിക്കലും കർത്താവിൻ്റെ കരുണ നിന്ന് അകന്നു പോവുകയില്ല. കർത്താവ് കൂടെയുണ്ട്. ഞാൻ 2020 ഞാൻ എൻ്റെ ജോലിയെ ഞാൻ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത മനുഷ്യനാണ് ഞാൻ. അന്ന് എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞു, നീ ഉടനെ മറ്റൊരു ജോലി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് അങ്ങ് മുന്നോട്ട് പൊക്കോട്ടെ, എനിക്കതാണ് ഇഷ്ടം. 16 വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന അച്ഛാ, ഈ പണി ചെയ്ത് മടുത്തു, 10-28 വർഷക്കാലമായി, എനിക്കിനി കർത്താവിന് വേണ്ടി ജീവിക്കണം. അച്ഛൻ പറഞ്ഞില്ല, നീ ഉടനെ ഒരു ജോലി കണ്ടുപിടിക്കണം. ഐശോട് ചോദിച്ചു, കർത്താവെ നീ എന്താണ് ആഗ്രഹിക്കണേ, എനിക്ക് നീ മറുപടി തരണം. എൻ്റെ കമ്പനി പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ കയറി പോകണം, അല്ലെങ്കിൽ പുതിയൊരു ജോലി എടുത്ത് മാറിക്കോണം എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്നാലും അച്ഛൻ പറയുന്നു ഞാൻ ജോലി ചെയ്യണം എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു സംശയം സങ്കടം ഒക്കെ ആയി. 4 ദിവസങ്ങൾക്കുള്ളിൽ ദൈവം എനിക്ക് മനോഹരമായൊരു ജോലി തന്നു. 8 മണിക്കൂർ ജോലിയുള്ളൂ, വെള്ളിയും ശനി അവധിയാണ്. എല്ലാ കാര്യത്തിലും മുമ്പത്തേക്കാളും ഞാനത് കുറച്ചോ കൂട്ടിയൊന്നും പറയല്ല കേട്ടോ, ദൈവം തന്നാണ്. എല്ലാ കാര്യത്തിലും ദൈവം എന്നെ കരുതി. എല്ലാ ആവശ്യങ്ങളും എന്താ പറയുക, സമാധാനം, സന്തോഷവും ഒരു അനുഗ്രഹമായിട്ട് ദൈവം എന്നെ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭൗതികമായ അനുഗ്രഹങ്ങൾ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞ അനുസരിച്ചു കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ. ഇപ്പം എനിക്ക് തമ്പുരാൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള സമയമുണ്ട്. കൂടുതൽ സമയങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട്. കർത്താവിനെ മറ്റൊരു വിധത്തില്ല, ഒരിക്കലും നമ്മൾ പരിഹാരമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ പോകും, പ്രശ്നങ്ങളായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ പോവാം. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ പ്രശ്നങ്ങളായിട്ട് പോവാം, പ്രശ്ന പരിഹാരമായിട്ട് പോകരുത്. പരിഹാരം കർത്താവാണ് തരുന്നത്. ഹി ഹാസ് ദ ആൻസർ, ഹി ഹാസ് ദ സൊല്യൂഷൻ. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരുടെ കൂട്ട്, മാലാഖമാരുടെ സഹായം, എപ്പോഴും എവിടെയും എല്ലായിടത്തും വിശുദ്ധരുടെയും മാലാഖമാരുടെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഹൃദയത്തിൽ എടുക്കുന്നു. 2026 നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. താഴ്മയോടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം, കുടുംബത്തെ ഓർക്കണം, ശുശ്രൂഷകൾ ഓർക്കണം. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.